ഡോക്ടർ CJ റോയ് ഇനി ഓർമ്മ സംസ്കാരം അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമനുസരിച്ച് ബംഗളൂരു ബന്നാർഘട്ട റോഡിലെ നേച്ചർ ലക്ഷറി ക്രസ്കോട്ട് റിസോർട്ടിൽ നടന്നു. മരണത്തിന് പിന്നാലെ ദുരൂഹത നീക്കാൻ SIT അന്വേഷണം തുടരുകയാണ്. മരണം നടന്ന ദിവസം ആദായനികുതി ഉദ്യോഗസ്ഥർ CJ റോയിയെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അണമുറിയാത്ത സ്നേഹപ്രവാഹം. പ്രിയപ്പെട്ടവരുടെ അന്ത്യചുംബനം ഏറ്റുവാങ്ങി CJ റോയ് മടങ്ങി. അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള ആഡംബര കാറുകളുടെ അകമ്പടിയോടെയായിരുന്നു അന്ത്യയാത്ര. സെന്റ് ജോസഫ് ദേവാലയത്തിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം അന്ത്യാഭിലാഷ പ്രകാരം റോയിയുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ അന്ത്യവിശ്രമം. അകാലത്തിൽ പൊലിഞ്ഞ നല്ല മനുഷ്യന് യാത്രയയപ്പ് നൽകാൻ നിരവധി മനുഷ്യരാണ് എത്തിയത്. വളരെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അവരുടെ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ട്. വേർപാട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ദുഃഖത്തിൽ പങ്കുചേർന്നവർക്ക് നന്ദി പറയുകയാണ് കുടുംബം. But I would like to thank everyone for attending today and all the media for supporting him when he was alive as well as when he's no more with us. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ വാക്കേറ്റമുണ്ടായതിന്റെ ലക്ഷണങ്ങളില്ല. ജീവനൊടുക്കാൻ തക്ക പ്രശ്നങ്ങൾ റോയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നും ആവർത്തിക്കുകയാണ് കുടുംബം. വേറെ റോയ്ക്ക് കടമായിട്ടോ റോയ്ക്ക് വേറെ ലോണോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വിശദീകരണം അറിയിക്കാൻ ചൊവ്വാഴ്ച കൊച്ചിയിൽ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളോട് പടവെട്ടി വിജയം നേടിയ മനുഷ്യൻ ജീവനൊടുക്കിയത് എന്തിനാണ്? CJ റോയ് മടങ്ങുമ്പോഴും ചോദ്യങ്ങൾ നിരവധി ബാക്കിയാണ്. ബംഗളൂരുവിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.